വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. PYQ ഡിസ്കഷൻ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. അടുത്ത 10 ക്വസ്റ്റ്യൻ 10 to 20 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ. ദ പ്രസൻസ് ഓഫ് ഷോർട്ട് കീ ഡിഫക്ട് റൈസസ് ദ ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് കീ ഡിഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് കീ മിസ്സിംഗ് ഓഫ് ബോത്ത് കാറ്റയോൺ, equal number of cation and anion from the lattice sites. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി എന്താവുകയാണ്? കൂടുകയാണോ ചെയ്യുക? ഡെൻസിറ്റി എന്താവും? കുറയുകയാണ് ചെയ്യുക. സോ ഡെൻസിറ്റി ഡിക്രീസസ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. റൈറ്റ്. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണ്? കാറ്റയോൺ പോയിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ, സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ ഇതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. കാറ്റയോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നതിനെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ കാറ്റയോൺ സൈസ് വളരെ കുറവായിരിക്കണം, അതേപോലെ ആനയോൺ സൈസ് എന്തായിരിക്കണം? വളരെ കൂടുതലായിരിക്കണം. അതിന്റെ റേഡിയസ് റേഷ്യോ എടുത്താൽ സ്വാഭാവികമായിട്ടും ആനയോൺ വലുതും കാറ്റയോൺ ചെറുതുമാണെങ്കിൽ റേഡിയസ് റേഷ്യോ എന്തായിരിക്കും? ലോ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫ്രങ്കൽ ഡിഫക്ട് അറൈസസ് ഇൻ ക്രിസ്റ്റൽ ഇൻ വിച്ച് ദ റേഡിയസ് റേഷ്യോ ഈസ് ലോ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത്, ക്രിസ്റ്റൽസ് വിത്ത് മെറ്റൽ എക്സസ് ഡിഫക്ട്സ് ആർ ജനറലി കളേർഡ്. കറക്റ്റ് ആണ്. എഫ് സെന്ററിന്റെ പ്രസൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ. സോ സെക്കൻഡും തേർഡും എന്താണ്? കറക്റ്റ് ആണ്. ഫോർത്ത് എന്താണ്? സെമി കണ്ടക്ടർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ് ആർ കോൾഡ് വാട്ട്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണോ? അല്ല, ഇവരെന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ്. ഇംപ്യൂരിറ്റീസിന്റെ പ്രസൻസിൽ ഇവരെ എന്ത് വിളിക്കും നമ്മൾ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. പ്യുവർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. സോ സെക്കൻഡും തേർഡ് ഓപ്ഷനും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൊറൈൻ B10H14 ഈസ്. യെസ്, ബൊറൈൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. BnHn+2 ആണെങ്കിൽ എന്തായിരിക്കും? ക്ലോസോ. BnHn+4 ആണെങ്കിൽ നിഡോ. BnHn+6 ആണെങ്കിൽ അറക്നോ, അല്ലെ? അതേപോലെ BnHn+8 ആണെങ്കിൽ എന്താണ്? ഹൈപ്പോ അല്ലെ? അപ്പൊ ഏതായിരിക്കും ഇത്? B10H14 എന്ന് പറയുന്നത് ഏതിനാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? നിഡോ, അല്ലെ? നിഡോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്താണ്? ബി. 12 എന്താണ്? ബി. 13 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇവിടെ ഒരു എൻതാൽപ്പിയുടെ ടേം ഉണ്ട്, അല്ലെ? എൻതാൽപ്പിയുടെ ടേം. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് ജസ്റ്റ് എഴുതി നോക്കിയാൽ DH എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ΔH/ΔT at constant pressure plus dt plus ΔH/ΔP at constant temperature into dP എന്ന് എഴുതിക്കൂടെ? നോക്കൂ, ഇവിടെ ഒരു ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം ഇതിനെ. ഇവിടെ നമുക്ക് ΔT/ΔP എന്നുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ DPയുടെ ടേം ഒന്നും ഇവിടെ കാണുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? DP കൊണ്ട് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. DP കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? DH/dP is equal to ΔH/ΔT at constant pressure ΔT/ΔP plus ΔH/ΔP at constant temperature എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഇവിടെ ഓപ്ഷൻസിലൊക്കെ കാണാൻ പറ്റും ΔT/ΔP എന്താണ്? ΔT/ΔP at കോൺസ്റ്റന്റ് എൻതാൽപ്പി ആണ്. കോൺസ്റ്റന്റ് എൻതാൽപ്പിയിൽ ഈ ടേം എന്താവും മക്കളെ? 0 ആവും. ഈ ടേം എന്താവും? 0 ആവും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം നമുക്ക്? ഈ ഒരു ഇക്വേഷൻ ΔH/ΔT at constant pressure into ΔT/ΔP at constant enthalpy plus ΔH/ΔP at constant temperature is equal to എന്ത് വരും? 0 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, നമുക്ക് ΔT/ΔP at constant enthalpy അല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ΔH/ΔT P
del T by del P at constant temperature is equal to minus delta H by delta P at constant temperature എന്ന് വരും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം, നമുക്ക് ഈ ഒരു ടേം മാത്രം ഇവിടെ വെച്ചിട്ട് del T by del P at constant enthalpy is equal to minus delta H by del P constant temperature divided by എന്തായിരിക്കും del H by del T at constant pressure എന്ന് വിളിക്കും. ഈ ഒരു ടേം എന്തായിരിക്കും del H by del T at constant pressure. ഇതിനെയല്ലേ നമ്മൾ സി പി എന്ന് വിളിച്ചു പോരുന്നത്. എന്താണ് സി പി? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? del T by del P at constant enthalpy is equal to minus del H by del P at constant temperature divided by എന്ത് വരും? സി പി എന്ന് വരും. minus del H by del P at constant temperature divided by സി പി. അതായത് ഓപ്ഷൻ എന്ത് വരും? എ എന്ന് വരും. ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ആണ്. ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങളൊന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. നോക്കൂ, അടുത്തത് വൺ ഓഫ് ദി റീസൺ ഫോർ ദ ഹൈ എഫിക്കസി ഓഫ് ഡ്രഗ് നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അല്ലെ. ഹൈ ലാർജ് സർഫസ് ടു വോളിയം റേഷ്യോ. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രഗ് നാനോ പാർട്ടിക്കിൾസ് വളരെ എഫക്റ്റീവ് ആവുന്നത്. So 14th question അതാണ്. 15th, the thermodynamic equation of state is applicable to. Thermodynamics equation of state ideal ഗ്യാസിനാണോ, ഗ്യാസസിനാണോ, ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സിനാണോ, സബ്സ്റ്റൻസ് ഇൻ എനി ഫിസിക്കൽ സ്റ്റേറ്റ്. നോക്കൂ, തെർമോഡൈനാമിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, തെർമോഡൈനാമിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക് സ്റ്റേറ്റിന് മാത്രമാണ് അപ്ലിക്കബിൾ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ സ്റ്റേറ്റ് of the system. It does not depend on any physical state. Does not depend on the physical state. അത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതാണോ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം അതിന്റെ സ്റ്റഡി ആണ് തെർമോഡൈനാമിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഓപ്ഷൻ ഡി. ടു എനി സബ്സ്റ്റൻസ്, ടു സബ്സ്റ്റൻസ് ഇൻ എനി ഫിസിക്കൽ സ്റ്റേറ്റ്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ നിങ്ങൾ ലിക്വിഡ് എടുക്കുന്നു, ഗ്യാസ് എടുക്കുന്നു, സോളിഡ് എടുക്കുന്നു എന്നൊന്നും അതിന് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. സോ എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. സോ 15th എന്താണ്? ഡി. ഇനി ദ അഡ്വാൻറ്റേജ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് ഓവർ ഓർഗാനിക് ഡൈസ് ഫോർ ലാബലിംഗ് ബയോളജിക്കൽ സെൽസ്, ടിഷ്യൂസ് എക്സെട്ര ഇസ് മെയിൻലി ഡ്യൂ ടു. നോക്കൂ, ഓർഗാനിക് ഡൈസിന്റെ മെയിൻ പ്രശ്നമാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി അല്ലെ. ഒരു പെട്ടെന്ന് എന്തായി പോവും? ഡീകമ്പോസ് ആയി പോവും. അതുകൊണ്ടാണ്. പക്ഷേ ക്വാണ്ടം ഡോട്ടിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ദർ ഹൈ ഫോട്ടോ സ്റ്റെബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. ഓക്കെ, സോ 16 എന്താണ്? എ ആണ്. 16 എ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം നമ്പർ ഓഫ് ഫേസ് ദാറ്റ് ക്യാൻ കോ എക്സിസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം ഇൻ എ 3 കമ്പോണന്റ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലെ. എഫ് എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം. സി എന്താണ്? കമ്പോണൻസ് അല്ലെ, കമ്പോണന്റ് ഓഫ് സിസ്റ്റം. പി എന്താണ്? ഫേസ്. നമ്പർ ഓഫ് ഫേസ്. നമ്പർ ഓഫ് ഫേസ്. അതായത് നമ്പർ ഓഫ് ഫേസസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും? സി മൈനസ് എഫ് പ്ലസ് 2. സി മൈനസ് എഫ് പ്ലസ് 2. നോക്കൂ, ഇയാളെ മാക്സിമം ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കണം? ടു ബി പി മാക്സ് എഫ് ഷുഡ് ബി വോട്ട്? എഫ് എന്തായിരിക്കണം? 0 ആയിരിക്കണ്ടേ? എഫ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് പി ഈസ് ഈക്വൽ ടു 3 plus 2 which is 5. 3 plus 2 എന്തായിരിക്കും? 5. അപ്പൊ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? ഓപ്ഷൻ എ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 19. സോ ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. വില്യംസൺ സിന്തസിസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. സോഡിയം എത്തോക്സൈഡും വില്യംസൺ സിന്തസിസ് ആണ്. റിയേജൻസ് കണ്ടാൽ അപ്പം മനസ്സിലാക്കണം. സോഡിയം എത്തോക്സൈഡും പിന്നെന്താണ്? ഗ്രിഗ്നാർഡ് അല്ല, ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് SN2 റിയാക്ഷൻ ആണ് അല്ലെ. SN2 റിയാക്ഷൻ നടക്കും. അപ്പൊ എന്തായിരിക്കും? ഇതാ ഒന്നുമില്ല, ഈ നെഗറ്റീവ് പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് നോക്കിക്കോളൂ. CH3 CH2O മൈനസ് Na പ്ലസ് ഈ PRE ഇവിടെ എഴുതുകയാണ് CH2 CH3. ഇതാ ഇയാൾ SN2 വഴി ഇങ്ങനെ പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? CH3 CH2
CH2CH3 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡൈ ഈതൈല് ഈതർ എന്ന് കിട്ടും. 18 എന്തായിരിക്കും? സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോംപ്ലക്സ് അയൺ വിച്ച് എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നോ POS. പ്ലെയിൻ ഓഫ് സിമെട്രി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രസന്റ് ആയിരിക്കാൻ പറ്റത്തില്ല. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി എന്താണ്? സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് എന്ത് ചെയ്യത്തില്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കത്തില്ല. കാരണം ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? MA3B3 ആണ്. MA3B3 എന്ത് ചെയ്യത്തില്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കത്തില്ല, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. അതേപോലെ CO, ഇതിന്റെ ഒന്ന് വരച്ചു നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു നോക്കാം. CO എടുക്കുക, EN അല്ലെ, EN. അതേപോലെ NH3 4 ആയിരിക്കും. NH3 4 ടൈംസ് ഒക്ടാഹെഡ്രൽ അല്ലെ, NH3 4. അപ്പൊ ഇവിടെ ഒരു POS ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? ഒരു POS ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിനും എന്തുണ്ടാവും? ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. MA3B3 ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, സ്ക്വയർ പ്ലാനറിനുണ്ട്. പക്ഷേ CR ഓക്സലേറ്റ് അല്ലെ, ഓക്സലേറ്റ് നോക്കിക്കോളൂ, ഇങ്ങനെയല്ലേ ഉണ്ടാകുക അല്ലെ, ഓക്സലേറ്റ് ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്ലെയിൻ ഓഫ് സിമെട്രി വരക്കാൻ പറ്റുമോ? ഇല്ല. പ്ലെയിൻ ഓഫ് സിമെട്രി വരക്കാൻ പറ്റുമോ? ഇല്ല. നോ POS. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എയിൽ നിന്ന് ലിസ്റ്റ് 2ലേക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തേത് എന്തായിരിക്കും? നോക്കി, മാക്സ്വൽ റിലേഷൻ ആണ്, കണ്ടാൽ അറിയാം അല്ലെ. രണ്ടാമത്തത് ഇക്വേഷൻ ആണ്. മൂന്നാമത്തത് del P/del T = ΔH/T ΔV. എന്താണ്? കാപ്ലറോൺ ഇക്വേഷൻ ആണ്. ഓക്കെ, ലാസ്റ്റിലത്തെ എന്താണ്? റിയാക്ഷൻ ഐസോകോർ. ഇതൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, നമ്മുടെ ലെക്ചർ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് സെഷൻ അടുത്തൊരു 10th ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് പാർട്ട് 3 ചെയ്യാം. ഓക്കെ, താങ്ക് യു.